കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പൈനാപ്പിൾ ജംഗ്ഷനിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴായി പോകുന്നത്. ഇതോടെ ഇവിടെ വാഹനാപകടങ്ങളും തുടർക്കഥയായിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് വാർഡ് കൗൺസിലർ ഷൈൻ ബാബുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കട്ടിലുമായി എത്തി സ്ഥലത്ത് കിടന്ന് പ്രതിഷേധം അറിയിച്ചത്. റീത്ത് വെച്ചും പ്രതിഷേധിച്ചു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ നാട്ടിൽ കഷ്ടപ്പെടുമ്പോഴാണ് കൺമുമ്പിൽ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പുനലൂരിൽ നിന്നും ആരംഭിക്കുന്ന കുണ്ടറ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി വെള്ളം പാഴായി പോകുന്നത്. ഇതിനു പുറമെ റോഡും തകർന്നിരിക്കുകയാണ് ഇവിടെ. വെളുപ്പിന് നടക്കാൻ പോകുന്നവരും അല്ലാത്തവരും ഇരുപത്ര വാഹനങ്ങളല്ല. ഞങ്ങളിവിടെ മുന്നിലേക്ക് ഇവിടെ അപകടങ്ങൾ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് മൊത്തം പേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എല്ലാ ഹോസ്പിറ്റലിലോട്ട് കിടക്കുക. ഞങ്ങളിവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും അപകട സൂചനകൾ ഈ സൂചനകളെല്ലാം വെച്ച് കിടക്ക സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്ന് മരണം വരെയും ഞങ്ങൾ മരിക്കുവാണെങ്കിൽ ഇതിൽ കിടന്ന് ഈ മരിക്കാൻ തീരുമാനിച്ചേക്കുവാ. വെള്ളം കുടിക്കാതെ ഞങ്ങൾക്ക് മരിച്ചോ, അതാണ് ഞങ്ങളുടെ തീരുമാനം. ഞാൻ മാത്രമല്ല, എൻ്റെ വാർഡിലെ എല്ലാ ജനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ 10-25 പേരുണ്ടായിരുന്നു, അവർ പോയി. ഇനി അടുത്ത ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രാത്രിയെന്നല്ല പകലെന്നില്ല, ഇതിനൊരവസാനം കാണുന്നത് വരെ ഞങ്ങളിവിടെ തന്നെ കാണും. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.